ഹായ് മച്ചന്മാരെ, എയർ കൂളിംഗ് പത്തനംതിട്ട പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, IFEയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ഈ വാഷിംഗ് മെഷീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വിക്കായിട്ടില്ല സാധാ വാഷിൽ എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു സൗണ്ട് താഴെ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് അഴിച്ച് നോക്കാം. ഇതിനടിയിലായിട്ട് വരുന്നത് ഒരു പമ്പാണ് വരുന്നത്. ഡ്രെയിൻ ചെയ്ത് വെള്ളം കളയാനായിട്ടുള്ളൊരു പമ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ വേസ്റ്റുകളോ അല്ലെങ്കിൽ കോയിനുകളോ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ആ ഫാനിൽ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഇപ്പം നോക്കാം. നമുക്ക് പതുക്കെ അഴിച്ചു വിടാം. അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതിനർത്ഥം ഇതിൻ്റെ എന്തോ ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടില്ല, അഴുക്ക് ഫുള്ളും അഴുക്കുണ്ട്. അതിനകത്ത് നിറച്ച അഴുക്കുണ്ട്. അപ്പോൾ വെള്ളം എന്തായാലും പോയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ബ്ലോക്ക് കാണിക്കാനും. കണ്ട ഒരു കോയിൻ കിടക്കുന്നുണ്ടോ? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ തുണിയൊക്കെ നമ്മൾ അലക്കാനായിട്ട് ഇടാൻ നേരത്ത് പോക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കണ്ടിട്ട് ഒരു കോയിനാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഷിനിടുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം ഇടുക. ഇതിപ്പോൾ കോയിൻ ആയതുകൊണ്ടും ഒരുപാട് എന്തോ ഒന്നുകൂടെ ഉണ്ട് അതിനകത്ത്. എന്താണെന്ന് അറിയത്തില്ല. ആണിയാണ് കേട്ടോ, ആണിയാണ് ഗൈസ്. ഇത് ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഫാൻ ലീഫ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെറ്റലായതുകൊണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുമ്പം എല്ലാവരും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.